നമസ്കാരം. തുടർച്ചയായി മൂന്നാം തവണയും നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ എത്തിയിരിക്കുകയാണ്. ഡൽഹിയിൽ ചേർന്ന NDA യോഗത്തിലാണ് നരേന്ദ്രമോദിയെ നേതാവായി തിരഞ്ഞെടുത്തത്. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന NDA യോഗത്തിൽ ഏകകണ്ഠമായാണ് മോദിയെ നേതാവായി തിരഞ്ഞെടുക്കുന്നത്. TDP അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡു, JDU അധ്യക്ഷൻ നിതീഷ് കുമാർ, JDS നേതാവ് HD കുമാരസ്വാമി, ശിവസേന ഷിൻഡെ വിഭാഗം നേതാവ് ഏകനാഥ് ഷിൻഡെ തുടങ്ങിയ പ്രമുഖ നേതാക്കളെല്ലാം യോഗത്തിൽ പങ്കെടുത്തു. BJPക്ക് സർക്കാരുണ്ടാക്കാനുള്ള കത്ത് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും പ്രധാനമന്ത്രിക്ക് കൈമാറിയില്ല. അതേസമയം ഏകനാഥ് ഷിൻഡെ പിന്തുണ അറിയിച്ചുള്ള കത്ത് നൽകുകയും ചെയ്തു. 1 മണിക്കൂർ നീണ്ടുനിന്ന യോഗത്തിൽ NDA സർക്കാർ എത്രയും പെട്ടെന്ന് രൂപീകരിക്കണമെന്ന അഭിപ്രായമാണ് പൊതുവായി ഉയർന്നു വന്നത്. ഘടക കക്ഷികൾക്ക് ലഭിക്കുന്ന സ്ഥാനങ്ങളെക്കുറിച്ചൊന്നും ചർച്ചയില്ലെന്നാണ് വിവരം. അതേസമയം മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ശനിയാഴ്ച വൈകിട്ട് നടന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മുൻപ് സത്യപ്രതിജ്ഞ ഞായറാഴ്ച നടത്താനായിരുന്നു BJP ആലോചിച്ചിരുന്നത്. എന്നാൽ NDAയ്ക്കൊപ്പമുള്ള JDUവിനെയും TDPയെയും മുന്നണിയിലേക്ക് എത്തിക്കാൻ ഇന്ത്യ സഖ്യം ശ്രമിക്കുന്ന സാഹചര്യത്തിലാണ് ഒരു ദിവസം മുൻപേ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടത്താനുള്ള തീരുമാനം. ഇന്നലെ പാർട്ടികളുടെ കത്ത് സഹിതം രാഷ്ട്രപതിക്ക് നൽകാനായിരുന്നു BJPയുടെ ശ്രമം. ഇതിനായി JDU, TDP എന്നിവരിൽ നിന്നും പിന്തുണക്കത്ത് ലഭിക്കാൻ BJP സമ്മർദ്ദം ശക്തമാക്കിയിരുന്നു. താൻ NDAയ്ക്കൊപ്പമാണെന്ന് TDP നേതാവ് ചന്ദ്രബാബു നായിഡു വ്യക്തമാക്കിയിരുന്നു. എന്നാൽ നിതീഷ് കുമാർ സർക്കാർ രൂപീകരണത്തിൽ ഇതുവരെ നിലപാടുകളൊന്നും വ്യക്തമാക്കിയിട്ടില്ല. ഡൽഹിയിലെത്തിയ നിതീഷ് കുമാർ സർക്കാർ രൂപീകരിക്കുക തന്നെ ചെയ്യും എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്.